الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس أوصيكم وإياي نفسي أولا بتقوى الله ബഹുമാന്യരായ സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരിമാരെ സ്നേഹനിധികളായ മാതാപിതാക്കളെ ഏറ്റവും പ്രിയപ്പെട്ട യുവാക്കളെ പ്രിയമുള്ള കുട്ടികളെ ജീവിതത്തിൽ ഉടനീളം തഖ്വയും ഈമാനും ഇഖ്ലാസും നിലനിർത്തി ഖുർആൻ പറഞ്ഞ ഇബ്രാഹിമിയ മില്ലത്ത് മുറുകെ പിടിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ നെഞ്ചോട് ചേർക്കുന്ന യഥാർത്ഥ മുസ്ലിമീങ്ങളായി ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇഖ്റ, നീ വായിക്കുക, പഠനം, ചിന്ത, സമർപ്പണം. 2026 ജൂൺ മാസത്തിലാണ് നാം ഉള്ളത്. പുതിയ അധ്യയന വർഷം ആരംഭിച്ചു. ചില കാര്യങ്ങൾ കുട്ടികളോടും രക്ഷിതാക്കളോടും പറയാനുണ്ട് ഖുർആനിന്. ആ വിഷയമാണ് നിങ്ങളെ ശ്രദ്ധയിൽ പെടുത്തുന്നത്. ഒരു വിദ്യാർത്ഥി അവന്റെ പഠനം കൊണ്ടുണ്ടാവേണ്ടത് നല്ല ചിന്തകളാണ്. അതോടൊപ്പം തന്നെ സൃഷ്ടാവായ അല്ലാഹുവിൽ അവൻ ജീവിതം സമർപ്പിക്കണം. ജിബ്രീൽ അലൈഹിസ്സലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിദ്യാർത്ഥിയായിരുന്നു. ഒരു ഘട്ടത്തിൽ
വഹ്യുമായി ബന്ധപ്പെട്ടിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപകനായിരുന്നു ജിബ്രീൽ. മൂസാ നബി അലൈഹിസ്സലാമയുടെ ഗുരുനാഥനായിരുന്നു ഖിദ്ർ നബി അലൈഹിസ്സലാം. സൂറത്തുൽ കഹ്ഫിലുണ്ട്. ഇങ്ങനെ പ്രവാചകന്മാരുടെ ചരിത്രം ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു നല്ല അധ്യാപകനാകണം, നല്ലൊരു വിദ്യാർത്ഥിയാകണം. അതിനൊന്നാമതായിട്ട് വേണ്ടത് വായനയാണ്. ഇന്ന് ഇക്കാലഘട്ടത്തിൽ ഇല്ലാത്തത് എന്താ? വായനയില്ല. മറിച്ചെന്താ? മൊബൈൽ എടുക്കുക, റീൽസ് നോക്കുക, കാണുക, പൊട്ടിച്ചിരിക്കുക, കഴിഞ്ഞു. വേറൊന്നുമില്ല. അതിൽ തന്നെ ചിരിയുണ്ട്. ഇന്നെല്ലാവരും അങ്ങനെയാണ്. കാഴ്ചയും കേൾവിയും ചിരിയും മാത്രം, വായനയില്ല. നമ്മുടെ വീടുകളൊക്കെ പത്രം വരുത്താറില്ലേ? എത്ര ആളുകൾ കൊടുക്കുന്ന പൈസ മുതലാകണമല്ലോ. 10 രൂപയാണ്. 10 × 30 കൂട്ട്. നമ്മുടെ വീടുകളിൽ ഇസ്ലാമിക മാസികകളും ഇസ്ലാമിക വായനകളും ഉണ്ടോ? അൽമനാറുകൾ, വിചിന്തനം, ഖുർആൻ പരിഭാഷകൾ ഒക്കെ വായിക്കണം. അത് വായിക്കാനുള്ളതാണ്. നമ്മൾ ടിവിയിലൂടെ കണ്ട ന്യൂസല്ല പത്രത്തിൽ വരുന്നത്. കാസർഗോഡ് ഭാഷ, കണ്ണൂര്, മലപ്പുറം, തിരുവനന്തപുരം പത്രഭാഷ വേറെയാണ്, അല്ലെ? പത്രത്തിന്റെ ഭാഷ വേറെയാണ്. മലയാളം നന്നായി വായിക്കാനുള്ള ഏറ്റവും പ്രചോദനകരമായ ഒന്നാണ് പത്രവായന. ഇസ്ലാമിനെ അറിയാനുള്ള സംസ്കാരമുണ്ടാകുന്ന വായനയാണ് ഖുർആനിന്റെ പരിഭാഷ വായന. അതുകൊണ്ട് വായിക്കണം. അല്ലാഹു പറഞ്ഞു, പുതിയ യുഗമാണ്, പുതിയ പിറവിയാണ്, പുതിയ കരിക്കലങ്ങളാണ്. അതോടൊപ്പം തന്നെ പുതിയ വിദ്യാഭ്യാസ നയങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇഖ്റാ, നീ വായിക്കുക. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ച നിന്റെ നാഥന്റെ നാമത്തിൽ നീ വായിക്കണം. ഖലഖൽ ഇൻസാന മിൻ അലഖ്, അല്ലാഹു മനുഷ്യനെ ഭ്രൂണത്തിൽ നിന്ന് സൃഷ്ടിച്ചത്. അതൊരു ഓർമ്മപ്പെടുത്തലാണ്. വീണ്ടും അല്ലാഹു ആവർത്തിച്ചു, ഇഖ്റാ, വീണ്ടും നീ വായിക്കണം. ആദ്യമായി അവതരിച്ച 96-ാം അധ്യായം സൂറത്തുൽ അലഖിലെ 5 ആയത്തുകളാണ്. ആ 5 ആയത്തുകളിൽ അള്ളാഹിനെ അല്ല പരിചയപ്പെടുത്തിയത്. ലോകത്തോട് ഖുർആൻ വിളിച്ചു പറഞ്ഞത് വായിക്കണമെന്നാണ്. അതാ ഖുർആന്റെ പ്രത്യേകത. വേറെ എന്തെല്ലാം പരിചയപ്പെടുത്താനുണ്ട്, ഒന്നും പറഞ്ഞില്ല. ഇഖ്റാ, നീ വായിക്കണം, നീ നന്നാവണം, നീ മനുഷ്യനാവണം, നല്ലവനാകണം, നല്ല ചിന്തയുണ്ടാവണം. വല്ലാത്തൊരു വാക്കാണത്. വീണ്ടും ആവർത്തിച്ചു, ഇഖ്റാ, നീ വായിക്കണം. വറബ്ബുക്കല്ലദീ അക്രം, നിന്റെ റബ്ബുണ്ടല്ലോ ഔദാര്യവാനാണ്. എന്താ ഔദാര്യം? അല്ലദീ അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് പഠിപ്പിച്ചവനാ അല്ലാഹു. ഖുർആനിൽ പേനയെ കുറിച്ച് പറഞ്ഞു. ഒരു അധ്യായത്തിന്റെ പേര് ഖലം എന്നാണ്. ഒരു അധ്യായത്തിന്റെ പേര് സൂറത്തുൽ ഖലം എന്നാണ്. ഖലം എന്ന് പറഞ്ഞാൽ പേന, വായന ഉണ്ടാകണം, എഴുത്തുണ്ടാകണം. വല്ലാത്ത സ്വാധീനമാണ് എഴുത്തിന്, വല്ലാത്ത സ്വാധീനമാണ് വായനക്ക്. ഖുർആൻ അങ്ങനെ തന്നെ പറഞ്ഞത്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, അല്ലമൽ ഇൻസാന മാ ലം യഅലം, മനുഷ്യൻ അറിയാത്തതും അല്ലാഹു മനുഷ്യനെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പഠിക്കണം, വിദ്യാഭ്യാസം നേടണം. പഠനം നിന്നുപോയോ? സംവിധാനങ്ങളുണ്ട്. 8ാം ക്ലാസ് വരെ പഠിച്ചുള്ളൂ, 10ാം ക്ലാസ് എഴുതിയെടുക്കാം, +2 എഴുതിയെടുക്കാം. ഒരുപാട് സംവിധാനങ്ങളുണ്ട് നമ്മുടെ മുമ്പിൽ. നീ പഠിച്ചുകൊണ്ടേയിരിക്കണം, വായിച്ചുകൊണ്ടേയിരിക്കണം. അതുകൊണ്ട് ഒന്നാമതായിട്ട് പറയാനുള്ളത് വായിക്കണം, നന്നാവണം. അറിവ് പ്രകാശമാണ്. വായനയിലൂടെ അറിവ് ഉണ്ടാകണം. നമുക്കറിയാലോ, കുഞ്ഞുണ്ണി മാഷ് രസകരമായ കുറെ കാര്യങ്ങൾ പറഞ്ഞ മനുഷ്യനാണ്.
ഒരുപാട് കാര്യങ്ങൾ. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വിളയും അറിവ്. നോക്കണേ, വായിച്ചാൽ നിനക്ക് വിളയും അറിവ്, വായിച്ചില്ലെങ്കിൽ നീ വളഞ്ഞു പോകും. കുഞ്ഞന്റെ മാഷിന്റെ വാക്കുകളാണ്. ഖുർആൻ ആയത്തുമായിട്ട് ബന്ധിപ്പിച്ച ഖുർആൻ വായിക്കാൻ പറയുമ്പോ അദ്ദേഹം പറയുന്നു, വായിക്കണം, നിന്റെ അറിവ് വിളയും, അത് ജനങ്ങൾക്ക് ഉപകാരമുള്ളതായിട്ട് മാറും. ഇന്നൊരു അധ്യാപകൻ രാവിലെ 10 മണിക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കുമ്പോ ഇന്നെടുക്കേണ്ട പാഠം അയാൾ വായിച്ചിട്ടില്ല എങ്കിൽ നല്ലതുപോലെ ആ കുട്ടികൾക്ക് അറിവുകൾ നൽകാൻ കഴിയില്ല. ഒരു മദ്രസയിലേക്ക് അധ്യാപകൻ പ്രവേശിക്കുമ്പോ ഇന്ന് പഠിപ്പിക്കേണ്ട ആയത്ത് അയാൾ ഓതി നോക്കണം, ഇന്നെടുക്കേണ്ട സൂറത്ത് അയാൾ ഓതി നോക്കണം, എന്നിട്ട് വേണം മദ്രസയിലേക്ക് ചെല്ലാൻ. അല്ലാതെ മക്കളെ ഇന്നലെ എവിടെ പഠിപ്പിച്ചത് അത് സൂറത്തുൽ ദുഹായാണ്, എടുത്ത എല്ലാവരും, അങ്ങനെയല്ല. അയാൾ ഓതി നോക്കണം, അയാൾ ആ പാഠം വായിക്കണം, എന്നിട്ട് അതിൽ നിന്ന് അയാൾ പാഠം ഉൾക്കൊള്ളണം. അപ്പോഴാണ് കുട്ടികൾ അയാളെ കണ്ണുകളിലേക്ക് നോക്കുക. അതാണ് അധ്യാപകന്റെ ഏറ്റവും നല്ല ഗുണം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തലബുൽ ഇൽമ്, അറിവ് നേടുക എന്നത് ഫരീളതൻ, അത് നിർബന്ധമാണ്. അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമത്തിൻ, മുസ്ലിമായ ഓരോ മനുഷ്യർക്കും അറിവ് നേടുക എന്നത് നിർബന്ധമായ ഘടകമാണ്. ഇന്ന് അറിവുണ്ട്, പക്ഷെ തിരിച്ചറിവില്ല. അതുകൊണ്ടാണ് അധ്യാപകനെ ക്ലാസ് മുറിയിൽ കൂട്ടിയിടുന്നത്. മനസ്സിലായ? ഇന്ന് അറിവുണ്ട്, തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ് പൊതുഗതാഗതമായ വാഹനം, ബസ് കല്ലെറിയുന്നത്, പൊതുമുതൽ നശിപ്പിക്കുന്നത്. അപ്പൊ ഇസ്ലാം പറഞ്ഞു, അറിവുണ്ടാകണം, തിരിച്ചറിവും ഉണ്ടാകണം. അതെന്റെ വാപ്പ വന്നാൽ വാപ്പാന്റെ മുഖത്ത് നോക്കി സലാം പറയണം, വാപ്പാനെ കണ്ട എഴുന്നേൽക്കണം, തിരിച്ചറിവാണ്. അല്ല, കാലുമേ കാലും കയറ്റി ആ 2 സാധനം ചെവിയിലേക്ക് തിരികി അതിനകത്ത് ഇങ്ങനെ കിടക്കുന്ന മകനല്ല. അറിവുണ്ട്, തിരിച്ചറിവില്ല. നമ്മൾക്ക് അനുഭവിക്കുന്നതാണല്ലേ. ആ സാധനം നോക്കിയിരുന്നാൽ പിന്നെ അതിൻ്റെ അകത്ത് തന്നെയാണ്, കേൾക്കത്തുമില്ല, കാണത്തുമില്ല, അറിയത്തുമില്ല. ഇവിടെ കാണാറില്ല, ഇതിന്റെ മുന്നിലെ മക്കൾ പോണത് ആണും പെണ്ണും ഈ സാധനം നോക്കിക്കൊണ്ടാ. വഴിയിലുള്ള ഒരാളെ പുഞ്ചിരിക്കാൻ പോലും പിള്ളേർക്ക് സമയമില്ല. ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. ബസ്സിൽ നിന്ന് ഇറങ്ങിയ ആ സാധനം നോക്കിക്കൊണ്ട് ഇങ്ങനെ നടന്നു പോകുക. വണ്ടി വരുന്നുണ്ടോ, ഒരാളെ കണ്ടാലൊന്ന് മുഖത്ത് നോക്കാൻ തിരിച്ചറിവാണ്. ഒരാളെ കണ്ടാലൊന്ന് പുഞ്ചിരിക്കാൻ, അയൽവാസിയാ, പാപ്പാന്റെ സ്നേഹിതനാ, ഉമ്മാന്റെ കൂട്ടുകാരിയാ, ഒന്ന് മുഖത്ത് നോക്കാൻ സമയമില്ലവർക്ക്. ഇതിനകത്ത് കിടക്കുകയാ, ചിലതിനകത്ത് ചെവിയിലും കാണും. തിരിച്ചറിവുണ്ടാകണം. അവിടെയാണ് മക്കളെ ബോധ്യപ്പെടുത്തേണ്ടത്. വീട്ടിലേക്ക് ഒരാൾ വന്നാൽ മോനെ അവരോട് സംസാരിക്കണം, അവരുമായി സഹകരിക്കണം. ഈ തിരിച്ചറിവ് മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അല്ലാതെ വലിയ സർട്ടിഫിക്കറ്റ് ഉണ്ടായി ഡോക്ടറായിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇസ്ലാം മനുഷ്യന്റെ മുമ്പിൽ വെക്കുന്ന ഒന്നാമത്തെ നിബന്ധന അറിവുണ്ടാകണം, തിരിച്ചറിവുണ്ടാകണം. ഒന്നാമത്തെ തിരിച്ചറിവ് എന്താണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇർഹം സഗീറനാ, കുട്ടികളോട് കരുണ കാണിക്കണം. അല്ലേ? +2 കുട്ടികളല്ലേ +1 വിദ്യാർത്ഥി തല്ലിച്ചതച്ചത്? എവിടെ തിരിച്ചറിവ്? കഴിഞ്ഞ വർഷം ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ 4-5 പേര് തിരിച്ച് ഒരുമിച്ച് തല്ലുന്നു. തിരിച്ചറിവ് എവിടെ? സഹപാഠിയാണത്. ഒരേപോലെ പഠിക്കുന്നവനാ അല്ല, ഒരേ പാത്രത്തിൽ കൈയിട്ട് തിന്നുന്നവനാ, അതല്ല വിദ്യാർത്ഥി. അങ്ങനെയല്ല നമ്മളൊക്കെ ജീവിച്ചത്. അവനെയാണ് ക്ലാസ് മുറിയിൽ തല്ലുന്നത്. പഠിപ്പിക്കുന്ന അധ്യാപകന്റെ നേരെ വിരൽ ചൂണ്ടുന്ന മക്കള്. ആ തിരിച്ചറിവില്ല, അതാ കാരണം. അറിവുണ്ട്, +2 പഠിക്കണത്, കോളേജിലാ പഠിക്കണത്, അറിവുണ്ട്, പക്ഷെ തിരിച്ചറിവില്ല. അത് അധ്യാപകനാണ്.
അതെന്റെ സഹപാഠിയാണ്, അതെന്റെ ഉമ്മയാണ്, എന്റെ വാപ്പയാണ്, എന്റെ സഹോദരനാണ്, അവള് പെണ്ണാണ്, എന്റെ കൂടെ പഠിക്കുന്നവളാ, അവളോട് മോശമായി പെരുമാറാൻ പാടില്ല, പ്രതിപക്ഷ ബഹുമാനം ഉണ്ടാകണം എന്ന ചിന്ത അതില്ല. അതുകൊണ്ട് ഇസ്ലാം പറഞ്ഞത് സഹപാഠിയായ പെണ്ണിന്റെ തോളിൽ കൈയിട്ട് നീ നടക്കണ്ട. അതെന്താ? അത് മാന്യതയല്ല. എന്ത് ന്യായീകരണം പറഞ്ഞാലും നമ്മുടെ മക്കൾക്ക് വേണ്ടത് നല്ല സുഹൃത്തുക്കളാണ്, നല്ല സഹപാഠികളാണ്. അല്ലാതെ ആണിന് പെൺ സുഹൃത്തും പെണ്ണിന് ആൺ സുഹൃത്തും അല്ല. അതാണ് ലോകത്തിന്റെ നാശം. നമ്മുടെ മക്കളെ പറഞ്ഞു പഠിപ്പിക്കണം. പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ ആണ് നിന്റെ സഹപാഠിയാണ്, പെണ്ണ് നിന്റെ സഹപാഠിയാണ്, ആൺ സുഹൃത്തുമല്ല, പെൺ സുഹൃത്തുമല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കൾ പറയുന്നു, മക്കൾക്ക് അറിവുണ്ട്, തിരിച്ചറിവുണ്ടാക്കി കൊടുക്കണം. ഒന്ന്, കുട്ടികളോട് കരുണ കാണിക്കണം. ആ കാരുണ്യമുണ്ടെങ്കിൽ ഉപദ്രവിക്കില്ല, ക്ലാസ്സിൽ സംഘർഷമുണ്ടാകില്ല, തല്ലാൻ തയ്യാറാകില്ല, വളഞ്ഞിട്ടടിക്കാൻ തയ്യാറാകില്ല. അത് അവിടെ നിന്ന് കിട്ടണം. അത് കിട്ടേണ്ട ഒന്നാമത്തെ മേഖല മദ്രസയാണ്. ഞാൻ പറയുന്നു, സ്കൂൾ തുറന്ന് 9ലാ, 8ാം ക്ലാസ്സിലാ, 10ാം ക്ലാസ്സിലാ എന്ന് വിചാരിച്ചുകൊണ്ട്, ട്യൂഷൻ ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് മദ്രസ മുടക്കല്ലേ. വേറെ കുഴപ്പമൊന്നുമില്ല. മൈത്ത് നിസ്കരിക്കാൻ ആരും കാണത്തില്ല, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, അധ്യാപകർക്ക് യാതൊരു കുഴപ്പമില്ല. നിങ്ങളുടെ മകൻ ബിടെക് പാസ്സായ ആളാ, അല്ല ഡോക്ടറേറ്റ് എടുത്ത ആളാണ്, ഓക്കെ. പക്ഷെ മയ്യത്ത് നിസ്കരിക്കാൻ നേരത്ത് എനിക്ക് വയ്യ, അറിയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കും. എന്തേ കാരണം? 9ാം ക്ലാസ് ആയപ്പോ, 8ാം ക്ലാസ് ആയപ്പോ അത് മദ്രസ നിർത്തിക്കളഞ്ഞു. അതാ കാരണം. നിങ്ങൾ നോക്കിക്കേണ്ടി വരും. അതുകൊണ്ട് അത് പറഞ്ഞിട്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയുന്നു, ട്യൂഷൻ പറഞ്ഞിട്ട് മദ്രസ മുടക്കരുത്, അള്ളാനെ കളിയാക്കരുത്, അള്ളാന്റെ ഖുർആൻ ഇല്ലാതാക്കരുത്, നിസ്കാരമില്ലാത്ത മക്കളായി വരരുത്. അവസാനം നിങ്ങൾ കരയേണ്ടി വരും. അതുകൊണ്ട് ഒന്നാമത്തെ തിരിച്ചറിവ്, കുട്ടികളോട് കരുണ കാണിക്കണം. രണ്ടാമത്തെ തിരിച്ചറിവ്, പ്രായമുള്ളവരെ ബഹുമാനിക്കണം. ബാപ്പയെ കാണുമ്പോൾ എഴുന്നേൽക്കണം. മുതിർന്നവരെ കാണുമ്പോൾ അങ്ങോട്ട് ചെന്ന് കൈപിടിക്കണം. സ്കൂളിൽ നിന്ന് വന്ന് ബസ് ഇറങ്ങുന്ന ഒരാള് തൊട്ടപ്പുറത്തെ സൈഡില് കണ്ണു കാണാൻ കഴിയാതെ നിൽക്കുന്നെങ്കിൽ ഈ മകൻ പോയിട്ട് അയാളെ കൈപിടിച്ച് ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം. അതാണ് അറിവും തിരിച്ചറിവും. മക്കൾക്കില്ല. മുതിർന്നവരെ ബഹുമാനിക്കാൻ പഠിക്കണം, മുതിർന്നവരെ ആദരിക്കാൻ പഠിക്കണം, മുതിർന്നവരോട് മാന്യമായി സംസാരിക്കാൻ പഠിക്കണം, മുതിർന്നവരെ മുഖത്ത് നോക്കാൻ പഠിക്കണം, മുതിർന്നവരോട് പുഞ്ചിരിക്കാൻ പഠിക്കണം. അതാണ് തിരിച്ചറിവ്. എല്ലാ മനുഷ്യരോടും അധ്യാപകരുണ്ടാകണം. ആ രൂപത്തിലേക്ക് പോകുമ്പോ അറിവ് ഗുണകരമായിട്ട് മാറും. ഒന്നാമതായി പഠിക്കേണ്ട പാഠം 1, പുതുയുഗ പിറവിയിലെ പാഠം 1, ഒന്നാമത്തെ പാഠം ലഹരിയോട് നോ പറയാൻ തയ്യാറാകണം. 2, പെൺകുട്ടികളുടെ നോ ടച്ച് മീ, ഒരു ശരീരത്തിന് ഒരു ഭാഗത്തും ഒരാളും തൊടണ്ട. രണ്ടാമത്തെ പാഠം അതാണ്. 1, ലഹരിയോട് നോ പറയണം, ലഹരിയുടെ ഇടങ്ങൾ ഒഴിവാക്കണം. തൊട്ടടുത്ത സ്കൂളിലെ ബേക്കറി കടയിൽ ലഹരി വിൽപ്പനയുണ്ടെങ്കിൽ അവിടെ നിന്ന് വെള്ളം കുടിക്കണ്ട, അവിടെ നിന്ന് ചായ കുടിക്കണ്ട, അവിടെ പോകണ്ട. ലഹരി ഇടങ്ങൾ ഒഴിവാക്കണം. കേരളത്തിലെ തൂഫാൻ അടിച്ചു വീശുകയാണ്. നല്ലതാണ്, ലഹരി ഇല്ലായ്മ ചെയ്യണം, ഇല്ലായ്മ ചെയ്യണം. ലഹരിയോട് നോ പറയാൻ നമ്മുടെ മക്കൾക്ക് കഴിയണം. ആ കൂട്ടുകെട്ട് വേണ്ട. അതേപോലെ തന്നെ കൈ കാണിച്ച് ലിഫ്റ്റിൽ കയറിയുള്ള യാത്ര അപകടമാണ്. ഇന്ന് കൈ കാണിച്ചു, അവൻ പേര് ചോദിക്കും, സൽമാൻ എന്ന പേര്, എവിടാ പഠിക്കണത്? ഇന്ന സ്ഥലത്താ. എല്ലാ ദിവസവും ഈ സമയത്താണ് ഇറങ്ങുന്നത്. അതെ, നാളെ അവൻ നിന്നെ കാത്തു നിൽക്കും. മറ്റന്നാൾ നിങ്ങൾ കൂട്ടുകാരായി. പിടിക്കപ്പെടുമ്പോ നമ്മുടെ മകൻ നിരപരാധിയാ, പക്ഷെ അവൻ കഞ്ചാവിന്റെ വിൽപ്പനക്കാനായിരുന്നു, ലിഫ്റ്റ് കോച്ച് പോയതാ. അപ്പൊ നമ്മൾ പറയും, സാറേ എന്റെ മോൻ അങ്ങനെയല്ല. നമുക്കൊരു ധാരണയുണ്ട്. തിന്മയെ തടയില്ല, വഴക്ക് പറയില്ല, ഉപദേശിക്കില്ല. മോളോ മോനോ തെറ്റ് ചെയ്താൽ ഒന്നാമത്തെ നമ്മൾ ശ്രമിക്കുന്നത് എന്താ? എന്റെ മോൾ അങ്ങനെയല്ല, ആണ്.
എന്റെ മകൻ അങ്ങനെയല്ല, ആണ്. അത് ചിന്തിക്കണം. എന്താ അവനെന്തിനാണ് 10 രൂപ വാപ്പ കൊടുത്തപ്പോ അത് ബസ്സിൽ കൊടുക്കാതെ പോക്കറ്റിലിട്ട് വല്ല വണ്ടിക്കും കൈ കാണിച്ച് ലിഫ്റ്റിൽ പോയത്? പോകണ്ട, അപകടമാണ്. പോലീസിന്റെ നിർദ്ദേശങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കുട്ടികൾ ലിഫ്റ്റിൽ പോകരുത്, സ്കൂൾ ബസ്സിൽ പോകണം. നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോ അത്രക്ക് അപകടം പിടിച്ച മേഖലകളിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ വിദ്യാഭ്യാസ വർഷത്തിലെ ഒന്നാമത്തെ പാഠം ലഹരിയോട് നോ പറയണം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമ്മുൽ ഫവാഹിഷ്, നമ്മുടെ നാടിന്റെ, സമൂഹത്തിന്റെ, വീടിന്റെ, കുടുംബത്തിന്റെ, വിദ്യാലയത്തിന്റെ, വിദ്യാർത്ഥികളുടെ സകലമാന തിന്മകളുടെയും കേന്ദ്രമാണ് ലഹരി. അതിനോട് മക്കൾ നോ പറയണം. കൂട്ടുകാരൻ ലഹരി ഉപയോഗിക്കുന്നവനാണോ? ഹാൻസ് ഉപയോഗിക്കുന്നവനാണോ? ഇല്ല, അതിനോട് മിണ്ടില്ല, നീയുമായി സഹകരിക്കില്ല. അതെന്ത്? നീ വേണ്ടാത്തത് ഉപയോഗിക്കുന്നവനാ എന്ന് പറയാൻ കഴിയണം. അതാണ് ഇസ്ലാമിന്റെ മര്യാദ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിഫ്താഹു കുല്ലി ശർറിൻ, ഈ ദുനിയാവിലെ, ഈ ഭൂമിയിലെ സകലമാന തിന്മയുടെയും കേന്ദ്രമായി വരുന്നത് ലഹരിയാണ്, ലഹരി പദാർത്ഥങ്ങളാണ്. ഈ ഒരാഴ്ച തന്നെ എത്ര കൊലപാതകങ്ങളാ, എത്ര കുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞത്. ഇവിടെ വേണ്ടെങ്കിൽ വളർത്താൻ കൊടുത്തുകൂടെ? 10, 12, 13 വർഷമായിട്ട് മക്കളില്ലാത്ത അമ്മമാരില്ലേ കരയുന്നവര്? അവർക്ക് കൊടുക്കു വളർത്താൻ നിയമവഴിയായിട്ട്. എന്തിനാ കൊല്ലുന്നത്? 10, 90, 91 മുറിവുകൾ ആ പിഞ്ചോവന പൈതലിന്. എവിടേക്കാ പോണത്? ഭാര്യയെ കഴുത്തറുത്തു കൊള്ളുക മക്കളുടെ മുമ്പിൽ വെച്ചിട്ട്. ഒക്കെ ലഹരിയാണ്, മദ്യപാനമാണ്, സംശയ രോഗമാണ്. ഓരോ ദിവസം അധികരിക്കുകയാണ് കൊലപാതകങ്ങള്. ഞാൻ മുമ്പും പറഞ്ഞു, നിനക്ക് അവളുമായി ജീവിക്കാൻ കഴിയുന്നില്ലേ, പൊരുത്തപ്പെടാൻ പറ്റുന്നില്ലേ, മുന്നോട്ട് പോകാൻ കഴിയുന്നില്ലേ? അവളെ ആരാണ് ഏൽപ്പിച്ചത്? അച്ഛന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. എന്തിനാ കൊല്ലുന്നത്? എന്തിനാണ് കഴുത്തറുക്കുന്നത്? എന്തിനാ കത്തിച്ചു കളയുന്നത്? വല്ലാത്ത ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് എന്റെ മക്കളോട് പറയുന്നു, യുവാക്കളോട് പറയുന്നു, വിദ്യാർത്ഥികളോട് പറയുന്നു, ലഹരിയുമായുള്ള കൂട്ടുകെട്ടിന് നോ പറയണം. ലഹരിയുടെ ഇടങ്ങളോട് നോ പറയണം. റസൂലുള്ളാഹി പറഞ്ഞു, ലഹരിയോട്, ലഹരി ഉപയോഗിക്കുന്നവരോട്, ലഹരി വിൽക്കുന്നവരോട്, ലഹരി വിൽപ്പന നടത്തുന്ന കച്ചവടക്കാരോട്, അതിന്റെ കടകളോട്, അതുമായി ബന്ധപ്പെട്ടവരോട് നിങ്ങൾക്ക് മനസ്സിൽ വെറുപ്പുണ്ടാകണം. റസൂലുള്ളാഹിന്റെ ഹദീസാ, ഹൃദയം കൊണ്ട് നിങ്ങൾ വെറുക്കണം. കേരളത്തിലെ ഒരു പള്ളിയുണ്ട്, ഭീമാ പള്ളി, നിങ്ങൾ കണ്ടു കാണും അല്ലേ? ലഹരി ഉപയോഗിച്ചാൽ, അത് വിൽപ്പന നടത്തിയാൽ മഹല്ലി എന്ന് പുറത്താക്കും. 50,000 രൂപ പിഴയിട്ടു. അങ്ങനെ 9 വരെ പുറത്താക്കി. ഒരു മഹല്ലിന്ന് വായിച്ചു കാണും. 9 വരെ പുറത്താക്കി, പടിയടച്ച് പിണ്ണം വെക്ക് പറയാറ്. അതുപോലെ 50,000 പിഴ അടച്ചു. ഇവിടെ വേണ്ട, മഹല്ലിന് വേണ്ട, മരിച്ചാലും വേണ്ട, ഞങ്ങൾക്ക് കല്യാണം നടത്തി തരില്ല. തീരുമാനിക്കണം. അത്ര അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ തിന്മയുടെ താക്കോലിനോട് ഹൃദയം കൊണ്ട് വെറുക്കാൻ എന്റെ മക്കൾക്ക് കഴിയണം. മാതാപിതാക്കൾ അവരോട് ഉപദേശിക്കണം. രണ്ടാമതായിട്ട് മക്കളോട് പറയാനുള്ളത്, കൂട്ടുകെട്ട് നന്നാക്കണം. ഖുർആൻ പറഞ്ഞൊരായത്തുണ്ട്, തആവനു അലൽ ബിർരി വത്തഖ്വ. ആയത്താണ് കേട്ടോ. ഒരാളെ സ്നേഹിതനായി, ഇസ്ലാമിൽ സ്വാഹിബാണ് കൂട്ടുകാരൻ. സ്വാഹിബ് എന്ന് പറഞ്ഞ കൂട്ടുകാരൻ. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടുകാരനായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആദർശബോധമുള്ള ആള്. നമ്മുടെ കൂട്ടുകാരൻ സ്വാഹിബാണ്. ആ സ്വാഹിബിന് വേണ്ട ഗുണം അല്ലാഹ് പറഞ്ഞു സൂറത്തുൽ മാഇദയിലെ 2-ാമത്തെ വചനം, തആവനു അലൽ ബിർരി വത്തഖ്വ. ധർമ്മത്തിലും തഖ്വയിലും പുണ്യത്തിലും നീ സഹകരിക്കണം. കണ്ട, വലാ തആവനു, നീ സഹായിക്കരുത്, സഹകരിക്കരുത്, കൂട്ടുകൂടരുത്, അലൽ ഇസ്മ, പാപത്തിൽ. ലഹരി പാപമാണ്, അക്രമം പാപമാണ്,
ലോട്ടറി പാപമാണ്, മദ്യപാനം പാപമാണ്, ഉമ്മയോട് ചീത്ത പറയല് പാപമാണ്, അധ്യാപകനോട് കയർത്തുകൊണ്ട് സംസാരിക്കല് പാപമാണ്, കുട്ടികളെ ഉപദ്രവിക്കൽ പാപമാണ്. അങ്ങനെയുള്ള കൂട്ടുകെട്ട ഇവിടെ മക്കൾക്ക് വേണ്ട. അതിക്രമത്തിലും ബസ്സിന് കല്ലെറിയുന്ന കൂട്ടുകാരനാണോ? വേണ്ട. സ്കൂളിന്റെ ജനലെ തകർക്കുന്നവനാണോ? വേണ്ട. അധ്യാപകന്റെ കാറ് നശിപ്പിക്കുന്നവനാണോ? വേണ്ട. അത് കൂട്ടുകെട്ടല്ല. ഖുർആൻ പറഞ്ഞു, വലാ തആവനു, നിങ്ങൾ അവരുമായി സഹകരിക്കരുത്. എന്റെ പ്രിയപ്പെട്ട മക്കളോട് പറയുന്നു. അതുപോലെ തന്നെ പാഠം 2, ധാർമ്മികത. +2 കഴിയുമ്പോ മക്കളുടെ അഭിരുചിക്കനുസരിച്ച് കൊണ്ട് തുടർ വിദ്യാഭ്യാസം നൽകണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സിന് കൊണ്ട് മക്കളെ ചേർക്കരുത്. നമുക്കൊരു ചിന്തയുണ്ട്, അബൂബക്കറിന്റെ മകൻ ആ കോഴ്സാ, നമ്മുടെ മകൻ അബൂബക്കറിന്റെ മകനല്ല. നീ അവനെ കണ്ടില്ലേ? എന്ത് കാണാൻ? നമുക്ക് ബുദ്ധിയില്ലേ? ചിന്തിക്ക്. നമ്മുടെ മകന്റെ അഭിരുചി, നമ്മുടെ മകന്റെ കഴിവ് അതറിയണം മാതാപിതാക്കള്. അല്ല നമ്മൾ നിർബന്ധിച്ചുകൊണ്ട് ഒരു കോഴ്സിൽ ചേർക്കരുത്. ഉപരിപഠനം അതല്ലെങ്കിൽ കരിയർ കോച്ചിങ്ങിന് വിടണം. അവൻ അതിലൂടെ ചിന്തിക്കും ഏത് കോഴ്സാണ് നല്ലതെന്ന്. ഉപരിപഠനം മാതാപിതാക്കളും മക്കളും ഇത് മുഷാവറ തീരുമാനിക്കണം. അല്ല അവൻ പഠിക്കുന്ന കോഴ്സ്, അവൾ പഠിക്കുന്ന കോഴ്സ്, മറ്റയാൾ പഠിക്കുന്ന കോഴ്സ് ഇല്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മുടെ മകന്റെ, എന്റെ മകനാ, എന്റെ മകനാ, എന്റെ മകളാണ്, അവളുടെ ബുദ്ധി, അവളുടെ ചിന്ത, അവളുടെ വിവേകം അത് എന്നിൽ നിന്നാണ്, കഴിവ് അതാ ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് ഉപരിപഠനം മക്കളുമായി ആലോചിച്ച് കഴിവിന്റെ പരമാവധി ഇസ്ലാമിക സംസ്കാരമുള്ള ഉപരിപഠനത്തിലേക്ക് കൊണ്ടുപോകണം. മക്കളോട് പറയാനുള്ളത് ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, വിനയത്തോടുകൂടി ജീവിക്കണം, അച്ചടക്കത്തോടുകൂടി ജീവിക്കണം. എല്ലാ മനുഷ്യന്മാരെ കണ്ടാലും പുഞ്ചിരിക്കാൻ കഴിയണം. അതുപോലെ തന്നെ നിത്യജീവിതത്തിൽ പ്രാർത്ഥന ഉണ്ടാവണം. വീട്ടിൽ ഇറങ്ങുമ്പോഴും വീട്ടിലേക്ക് ചെല്ലുമ്പോഴും സ്കൂളിലേക്ക് ചെല്ലുമ്പോഴും മദ്രസയിലേക്ക് ചെല്ലുമ്പോഴും സലാം പറയാൻ മക്കൾക്ക് കഴിയണം. ബസ്സിൽ നിന്ന് ഇറങ്ങിയാലും ബസ്സിലും ഫോൺ നോക്കി മാത്രം നടക്കരുത്. വഴിയുള്ള മനുഷ്യന്മാരെ കാണണം, അവരുടെ പുഞ്ചിരിക്കണം. അത് പഠനത്തിന്റെ ഏറ്റവും സുന്ദരമായ മര്യാദയാണ്. അതുപോലെ മക്കളോട് പറയുന്നു. ഇപ്പൊ നമ്മൾ സ്കൂൾ തുറന്നാൽ കേൾക്കുന്നത് ബസ്സിലേക്ക് കയറിയ ആണും പെണ്ണും കലപില വർത്തമാനം പാടില്ല. ബസ് പൊതുഗതാഗതമാണ്. പ്രായമുള്ളവരുണ്ട്, സുഖമില്ലാത്തവരുണ്ട്, രോഗികളുണ്ട്. ഇത് ബസ്സിൽ കയറിയാൽ ആണും പെണ്ണും സംസാരം പാടില്ല. ഇസ്ലാമികമായിട്ട് അവിടെയൊക്കെ ഇസ്ലാമിന്റെ സംസ്കാരം ഉണ്ടാകണം. സംസാരിച്ചുകൊണ്ട് മനുഷ്യന്മാരെ ഉറപ്പിക്കാൻ പാടുള്ളതല്ല. അതുപോലെ ആണ് പെണ്ണിനോടും പെണ്ണ് ആണിനോടും പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി പെരുമാറണം. അത് ഇസ്ലാമിന്റെ സന്ദേശമാണ്. പാഠം 3, പെൺമക്കളോട് ശരീരത്തിന്റെ ഒരു ഭാഗത്തും അധ്യാപകനോ സഹപാഠിയായ വിദ്യാർത്ഥിയോ തൊടാൻ അനുവദിക്കരുത്. കവിള്, ചുണ്ട്, മൂക്ക്, അതുപോലെ ശരീരത്തിന്റെ ഒരു ഭാഗത്തും ഒരു അധ്യാപകനും തൊടാൻ അനുവദിക്കരുത്. ഇസ്ലാമിന്റെ മര്യാദയാണ്. പ്രായപൂർത്തിയായ പെണ്ണിന് പിതാവ്, ചിന്തിച്ചോ, കവിളിൽ ഉമ്മ കൊടുക്കാൻ പാടില്ല. നെറ്റിത്തടത്തല ഉമ്മ കൊടുക്കേണ്ടത്. കവിളി വികാരത്തിന്റെ കേന്ദ്രമാണ്. അവിടെ പിതാവിനെ പോലും പ്രായപൂർത്തിയായ പെണ്ണ് കിടക്കുന്ന മുറിയിലേക്ക് 18 വയസ്സുള്ള 19 വയസ്സുള്ള 20 വയസ്സുള്ള മോള് കിടക്കുന്ന മുറിയിലേക്ക് വാപ്പാക്ക് കയറാൻ പാടില്ല, അനുവാദമില്ലാതെ. മാതാപിതാക്കൾ ഇരിക്കുന്ന മുറിയിലേക്ക് മക്കൾ കയറാൻ പാടില്ല, അനുവാദമില്ലാതെ. ഖുർആൻ പറഞ്ഞതാണ്. ഇസ്ലാമിന്റെ മര്യാദകളെ പാലിക്കണം, പാലിച്ചേ പറ്റൂ. കാലം അത്രത്തോളം മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇനി കാണാൻ പോകുന്ന കാഴ്ചയാണ് ബൈക്കിൽ 3-4 പേര് പോകുക. മാതാപിതാക്കളെ സ്റ്റേഷനിൽ കയറ്റുന്ന മക്കളെ ഒരു ബൈക്കിനകത്ത് പോകും. ആ ഒരാൾക്ക് പോകാനുള്ള ബൈക്കാ, 2 പേര് കയറിയാൽ തന്നെ തീർന്നു. അതിനകത്ത് 3-4 ലിഫ്റ്റ് അടിക്കുക. അതൊക്കെ അവസാനിപ്പിക്കണം. അതൊന്നും പാടില്ല. അവസാനം തൂങ്ങുന്നത് ആരാണ്? ലൈസൻസ് ഉള്ള ആള്. ഒന്നെങ്കിൽ കട്ടാകും, അല്ലെങ്കിൽ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കും. മാതാപിതാക്കളെ തലകുനിയാൻ എന്റെ പ്രിയപ്പെട്ട മക്കള് തയ്യാറാവരുത്. അതുപോലെ തന്നെ ഇപ്പൊ മഴയാണ്, വാഹനം ഓടിക്കുമ്പോ ശ്രദ്ധിക്കണം. റോഡിൽ വെള്ളമുണ്ട്,
അതോടൊപ്പം തന്നെ ഓയിലുമുണ്ട്. അപകടങ്ങൾ ധാരാളം. നമുക്ക് നടന്നു പോകുന്നതിനേക്കാൾ 10 മിനിറ്റ് മുന്നേ എത്തിയാൽ പോരെ. എന്തിനാ ഈ ചീർപ്പായുന്നത്? ആരാ? എവിടേക്ക് പോകാനാ? നമ്മളെ കാത്തിരിക്കുന്ന ഒരു കുടുംബയില്ലേ? ഇതെടുക്കുന്നത് തന്നെ 90ല്ല. നമുക്കെന്തെങ്കിലും പറ്റിയാൽ നമ്മുടെ വാപ്പയല്ലേ വിഷമിക്കുന്നത്? നമുക്കൊരു അപകടം പറ്റിയാൽ ഭാര്യയല്ലേ വിഷമിക്കുന്നത്? ഇല്ലാതെ പൈസ ഉണ്ടാക്കണ്ടേ? ഇനി ചികിത്സിച്ചാലോ എത്ര മാസം കഴിയണം? അതുകൊണ്ട് വണ്ടി നമ്മുടെ നിയന്ത്രണത്തില. മര്യാദ ഓടിച്ചാ മതി, പതുക്കെ പോയാ മതി. നമ്മൾ വാഹനം ഓടിക്കുമ്പോ സ്കൂളിലേക്ക് പോകുന്ന മക്കളുണ്ട്, ശ്രദ്ധിക്കണം. വെള്ളം ചുറ്റിക്കരുത്. യൂണിഫോമൊക്കെ തേച്ച് നല്ല കുട്ടപ്പനായിട്ട് സ്കൂളിലേക്ക് പോകുന്ന മക്കളുടെ റോഡിൽ വെള്ളം ചുറ്റിച്ച് നമ്മൾ കാറിനകത്ത് ഗ്ലാസൊക്കെ ഇങ്ങനെ പൊക്കിയിട്ട് AC ഒക്കെ ഇട്ട് പാട്ടും പാടിയാ പോണത് ഇല്ല. ആ മക്കളെ ശ്രദ്ധിക്കണം. ആ മക്കളെ കാണുമ്പോ ഒന്ന് ബ്രേക്ക് ചവിട്ടണം. വെള്ളം ചുറ്റിക്കരുത്. നമ്മുടെ മക്കളാ, ഒക്കെ ശ്രദ്ധിക്കണം. റോഡിന്റെ മര്യാദകളാണ്. റോഡിന്റെ മര്യാദകൾ ഇസ്ലാമികമായിട്ട് അതൊക്കെ ശ്രദ്ധിച്ചു വേണം വാഹനം ഓടിക്കാൻ. വെള്ളം വരുന്ന സ്ഥലത്ത് മക്കളുണ്ടെങ്കിൽ ഒന്ന് പതുക്കെ ഗിയറൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ചവിട്ടി ആ മക്കളെ ബഹുമാനിക്കണം. അതൊക്കെ ശ്രദ്ധിക്കണം വാഹനം ഓടിക്കുമ്പോ. ഇതൊക്കെ ഇസ്ലാമിന്റെ മര്യാദകളാണ്. ബസ് ഓടിക്കുന്ന ഡ്രൈവർമാരോട് മക്കളെ സുരക്ഷിത നിങ്ങളുടെ കയ്യിലാണ്. ഓടിക്കുന്ന സമയത്ത് മൊബൈലിൽ സംസാരിക്കരുത്. പല അപകടങ്ങൾക്കും കാരണം അതാണ്. ശ്രദ്ധയോടെ ആ 40 കുട്ടികൾ എന്റെ മക്കളാണ്, ആ 50 കുട്ടികൾ എന്റെ മക്കളാണ്. അതിൽ പെൺകുട്ടികളോട് മാന്യമായി പെരുമാറണം. അവരുടെ ഡോറിലൂടെ കയറിയിറങ്ങുമ്പോ അവിടെ നിൽക്കരുത്. കിളിയായാലും ഡ്രൈവറായാലും അവർ കയറിയിറങ്ങും ഡോറിൽ നിൽക്കരുത്. പെൺകുട്ടികളാണെങ്കിൽ മാറി കൊടുക്കണം. അവർ കയറട്ടെ, ഇറങ്ങട്ടെ. അതൊക്കെ മര്യാദകളാ. ഡ്രൈവർ പാലിക്കണ മര്യാദകളാ. അതൊക്കെ ഇസ്ലാമിന്റെ മര്യാദകളാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, പ്രിയപ്പെട്ട മക്കളോട് പറയുന്നു, പഠനം കൗമാരമാണ്, വിദ്യാഭ്യാസമാണ്. അവിടെയെല്ലാം ഇസ്ലാമിന്റെ മര്യാദകൾ പാലിക്കണം. അതുപോലെ തന്നെ വാഹനം എടുക്കുമ്പോ മക്കളെ സ്കൂളിലേക്ക് പോകുമ്പോ മറക്കണ്ട, ബിസ്മില്ലാഹി തവക്കൽതു. പ്രത്യേകിച്ച് ബസ്സൊക്കെ ഓടിക്കുന്ന ഡ്രൈവർമാരോട് പറയുന്നു, വണ്ടി രാവിലെ എടുക്കുമ്പോ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പടച്ചവനെ കാക്കണേ എന്ന ദുആയോടുകൂടി, എന്റെ പൊന്നാര മക്കൾക്കൊന്നും പറ്റല്ല എന്ന ദുആയോടുകൂടി വണ്ടി എടുക്കണം. ആ രൂപത്തിൽ ഇസ്ലാമിന്റെ മര്യാദകളും ഇസ്ലാമിന്റെ ചിട്ടകളും പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ വിദ്യാഭ്യാസത്തെ കാണേണ്ടത്. അവസാനമായി എന്റെ പ്രിയപ്പെട്ട യുവാക്കളോടും അതുപോലെ തന്നെ വിദ്യാർത്ഥികളോടും പറയുന്നു, പഠനകാലമാണ്. രാഷ്ട്രീയം വേണ്ട. ഒരു രാഷ്ട്രീയ പാർട്ടിയിലും അംഗമാകരുത്. ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടിയുടെയും മെമ്പർ ആകരുത്. തല്ലാനും കൊല്ലാനും ഉള്ളതല്ല നിങ്ങൾ, തല്ലിക്കൊള്ളാനുള്ളതല്ല. ഏതെങ്കിലും നേതാക്കന്മാരുടെ മക്കള് രാഷ്ട്രീയപരമായി ഏതെങ്കിലും നേതാക്കന്മാരുടെ മക്കള് ബസ്സിന് കല്ലെറിഞ്ഞ കാരണത്താൽ, പൊതുമുതൽ നശിപ്പിച്ച കാരണത്താൽ, ധർണ നടത്തിയ കാരണത്താൽ, ഹർത്താൽ നടത്തിയ കാരണത്താൽ പ്രതികളായിട്ടുണ്ട്. ഇല്ല, അവരൊക്കെ വിദേശത്താണ്. നമ്മൾ മാത്രം തല്ലുകൊള്ളാൻ ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടിയിലും, പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും അംഗത്വം എടുക്കരുത്. നേതാക്കന്മാർക്ക് വേണ്ടി ചാകാൻ നിൽക്കരുത്. നേതാക്കന്മാർക്ക് വേണ്ടി കൊടിപിടിക്കരുത്. നേതാക്കന്മാർക്ക് വേണ്ടി കല്ലെറിയരുത്. നേതാക്കന്മാർക്ക് വേണ്ടി ബസ് തടയരുത്. നേതാക്കന്മാർക്ക് വേണ്ടി പുതുമുതൽ നശിപ്പിക്കരുത്. നമ്മൾ മുസ്ലിമീങ്ങളാണ്, മനുഷ്യരാണ്. നമ്മുടെ വിദ്യാഭ്യാസം അത് പ്രകാശമാണ്. അത് ജീവിതത്തിന്, എന്റെ കുടുംബത്തിന്, എനിക്ക് പ്രകാശമാണ്. ആ രൂപത്തിലേക്ക് മാറുക. വഅഖൂലു ഖൗലി ഹദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുഅ്മിനീന വൽ മുസ്ലിമീന അജ്മഈന വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഇന്നൽ ഹംദലില്ലാഹ് ഉസല്ലി വഉസല്ലിമു അലാ റസൂലിൽ അംബിയാഇ വൽ മുർസലീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين يا أيها الناس أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്. ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമാണ്. പ്രകൃതിയെ സംരക്ഷിക്കണം. മരം ഒരു വരമാണെന്ന സന്ദേശം കൈമാറണം. ഇന്ന് നാം ഒരു മരം നട്ടാൽ
അത് ചെറിയ തയ്യായി വലിയൊരു വനമായി തണലായിട്ട് മാറും. നശിപ്പിക്കരുത്. അള്ളാഹുവിന്റെ പ്രകൃതിയെ നിങ്ങൾ നശിപ്പിക്കരുത്. ആ പ്രകൃതിയെ കാത്തു സംരക്ഷിക്കണം. അതാണ് പരിസ്ഥിതി ദിനാഘോഷം. കരയിലും കടലിലും കുഴപ്പങ്ങളുണ്ട്. അത് മനുഷ്യൻ കാട്ടുകൂട്ടിയതാണ്. പ്ലാസ്റ്റിക് കത്തിക്കരുത്. പ്ലാസ്റ്റിക് കത്തിക്കരുത്. നമ്മുടെ വീട്ടിലെ മാലിന്യങ്ങൾ റോഡിലേക്ക് വലിച്ചെറിയരുത്. കുടിവെള്ളം മലിനമാക്കരുത്. ചപ്പുചവറുകൾ റോഡിലേക്കും ജനങ്ങൾ നടക്കുന്ന വഴിയിലേക്കും നിങ്ങൾ വലിച്ചെറിയരുത്. വെള്ളം കുടിച്ച് കാലിക്കുപ്പികൾ അതിൻ്റെതായ ബൂത്തിൽ നിങ്ങൾ നിക്ഷേപിക്കണം. റോഡും പരിസരവും റോഡും പള്ളിയും എല്ലാം സംരക്ഷിക്കാൻ ഒരു മുസ്ലിം എന്ന നിലക്ക് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഭൂമിയെ നാം സംരക്ഷിച്ചാൽ ഭാവി തലമുറ, നമുക്ക് ശേഷം കുറെ മനുഷ്യന്മാർ ഇവിടെ വരാനുണ്ട്. ആ മരങ്ങൾ അവിടെ നിൽക്കട്ടെ. അത് പച്ചപ്പോടെ തണലായി പ്രകൃതിയായി അവിടെ നിൽക്കണം. നമുക്ക് ശേഷം വരുന്ന ആളുകൾക്ക് അത് ആസ്വദിക്കാൻ കഴിയണം. അതുകൊണ്ട് ഈ പരിസ്ഥിതി ദിനത്തിൽ അള്ളാഹു നൽകിയ ഈ പ്രകൃതിയെ സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും അതനുസരിച്ചുകൊണ്ട് സംരക്ഷിക്കാനും എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. അതിന് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മദ്രസയിലേക്കുള്ള അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. രക്ഷിതാക്കൾ പള്ളിയുമായി ബന്ധപ്പെടുക. മറ്റൊന്ന് പള്ളി പരിപാലനം. അള്ളാഹു നൽകിയതിൽ നിന്ന് ആത്മാർത്ഥമായി അള്ളാഹുവിന്റെ പള്ളിയെ സഹായിക്കുക. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحمد لله رب العالمين. أقم الصلاة.